നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. ദൈവത്തെ ഭയപ്പെടുക. ഈ സഭാപ്രസംഗൻ 12-ാം അധ്യായം 13-ാം വാക്യം, സഭാപ്രസംഗൻ 12-ലെ 13-ാം വാക്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളുക. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം മനുഷ്യനെ അപേക്ഷിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ ഭയപ്പെടുക, കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ മുമ്പിൽ നീ വിനയാന്യതനായി സഞ്ചരിക്കുക. എന്താണ് 3 കാര്യം തന്നെ ദൈവം ആവശ്യപ്പെടുന്നത്? ഇവിടെ വന്നിട്ട് ഓരോ വ്യക്തിയോട് എന്നോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്തൊക്കെ കാര്യമാണ്? നിങ്ങൾ പറ. ഉറങ്ങാൻ താല്പര്യം ഉറങ്ങാൻ മാത്രം സമ്മതിക്കില്ല. കാരണം ഇത് ഉറങ്ങാനുള്ള സമയം അല്ല. വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും പാവങ്ങളും നേടാനുള്ള സമയം. അതുകൊണ്ട് ഉറങ്ങുന്നത് പിടിച്ചിരുന്നില്ല. ഇപ്പൊ ഉറങ്ങരുത് ആരും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അതായത് പറഞ്ഞ പ്രൈസ് ലോർഡ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സംരക്ഷിക്കുന്നത്? ദൈവഭയം ഉള്ളവനായിരിക്കുക, പിന്നെ കൽപ്പനകൾ പാലിക്കുക, അടുത്ത കാര്യം അവിടുത്തെ മുമ്പിൽ വിനീതനായി സഞ്ചരിക്കുക. എന്തൊക്കെയാണെന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞേ. അന്ന് പറയുന്നതൊക്കെ ചേർന്ന് സ്വയം വീട്ടിൽ പറയും. വചനം ഈ സഭാപ്രസംഗൻ 12 പറയുന്നത് എല്ലാവരും അവർക്ക് പറയും ഒരേ മനസ്സോടെ. ഇത്രയും കാര്യം ഇത്രയും സ്ഥലമുള്ളൂ. നാണക്കേടാവട്ടോ. മുമ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലമായിരുന്നു കൈവെള്ളം പോലെ. ഈ ദൈവത്തെ ഭയപ്പെടുന്നവരെ സൂചിക്കുന്നത് അറിയോ? ദൈവത്തെ ഭയപ്പെടുന്നവര് വെളിപാട് 19-ൽ 5-6 വചനങ്ങൾ. ഇവിടെ തുതിക്കാൻ പറ്റുന്നത് ഭയപ്പെട്ടവർക്കാണ്, അല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ പറഞ്ഞാൽ അറിയാമോ? സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിന്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കും. പിന്നെ വലിയ ഒറ്റയൊക്കെ കേട്ടത്, പലവരെയാണ് കേട്ടത്. ആരൊക്കെയാ? ദൈവത്തിന്റെ ദാസര്, ദൈവത്തെ ഭയപ്പെടുന്നവര്, ചെറിയവരെ വലിയവര് എല്ലാവരും ദൈവത്തെ ഭയപ്പെടണം. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത്. എല്ലാവരും ഭയപ്പെടുന്നതോ പറഞ്ഞേ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുക, കൽപ്പനകൾ പാലിക്കുക, അവിടുത്തെ മുമ്പിൽ വിനീതരായി സഞ്ചരിക്കുക. ഇതിനുവേണ്ടി വിളിച്ചുകൊണ്ടുവരുന്നു. ഓരോ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടി തന്നെയാണ്. നിങ്ങളിലും ദൈവഭയം വരുത്തുക. നമുക്കെല്ലാം പേടി ആരെയാ? വിശ്വാസിനെ പലർക്കും പേടി നിങ്ങൾക്കറിയാ? ദൈവത്താണോ? ദൈവത്തോ കൃപ കിട്ടിക്കഴിഞ്ഞു. ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങിയാൽ കൃപ കിട്ടിക്കഴിഞ്ഞിട്ട് പലർക്കും പേടി വിശ്വാസിനെയാണ്. അവിടെ പള്ളിയും കൊന്തയും കുറിച്ചൊക്കെ 3 കൂടെയാണ് വേണ്ടത് പേടിച്ചിട്ട്. നമ്മൾ ഭയപ്പെടുന്നത് ഇവരെ ആരെയും അല്ല പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ നമ്മുടെ ആത്മാവിനെ നരകത്തിലോട്ടോ സ്വർഗത്തിലോട്ടോ വിടാൻ അധികാരമുള്ള ഈശോയെയാണ് ഭയപ്പെടേണ്ടത്. യാക്കോബ് 2:19 ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുകൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ പിശാചിന്റെ പ്രത്യേകത ഉണ്ടോ? മനുഷ്യർക്ക് ഇല്ലാത്ത പ്രത്യേകത പിശാചുണ്ടോ? ഭയന്ന് വിരഞ്ഞുകൂടി ചെയ്ത് പിശാച്. ഇതാണ് പിശാചിന്റെ ഇത്രയുള്ള ആരോപണം. പിശാച് ഭയന്ന് വിറയ്ക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ. മനുഷ്യർക്കാകട്ടെ യാതൊരു ഭയവും ബഹുമാനം ദൈവത്തോടില്ല. കാരണം എന്താ അറിയാമോ? ദൈവം സ്നേഹമാണ്. എന്നാ നിലകുറിച്ച് തന്നാലും ദൈവം സ്നേഹമാണ്. ഇതിനെ പ്രശ്നമിരിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം. ഹെബ്രായർ 10:31 ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ചെന്ന് വീഴുക ഭയാനകമാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നത് ഹെബ്രായർ 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന ആത്മീയം. ദൈവഭയത്തെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി കാണുകയാണ്. ഹെബ്രായർ 12 നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കും. നിങ്ങളറിയാവോ? ഈ ഗേറ്റിലാണ് നിങ്ങളുടെ കടന്നു നമ്മൾ എങ്ങോട്ടാ നിങ്ങൾ വരുന്നറിയാവോ? എങ്ങോട്ടാ? വിശ്വനാഥന്റെ വീട്ടിലോട്ട് അല്ലേ? ഇല്ലടിയാ ദൈവത്തിന്റെ ദൈവം വസിക്കുന്ന നഗരമായ സ്വർഗീയ ജലത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. സംശയമുള്ളതാണെങ്കിലും പല പറയുന്നത് വിശ്വനാഥൻ ഇവിടെ വരുന്ന അല്ല. ദൈവം തെരഞ്ഞെടുത്ത് ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ അപ്പസ്തോലനും ദൈവത്തിന്റെ സ്ഥലവുമായിരുന്നു. അല്ലാതെ വിശ്വനാഥ സ്ഥലമൊന്നുമല്ല. അതുകൊണ്ട് ആയിരം ഇങ്ങോട്ട് വരുന്നത് പല അവകാശം പോലെ. ആരുടെ ഈ അവകാശമൊക്കെ ഈശോയിൽ നിന്ന്. കാരണം നമ്മൾ ഈശോയുടെ മക്കളാണെങ്കിൽ അല്ല, മക്കളാണെങ്കിൽ അവകാശികളുമാണ്. റോമ 8:15 മുതൽ 17 വരെ വാക്യം. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. നമുക്ക് ഈ അവകാശങ്ങൾ കിട്ടുന്നത് ഈശോയിൽ നിന്നുള്ള അവകാശം അല്ല, വേറെ ഒന്നുമല്ല. ഈശോയുടെ വചനത്തിന്റെ അവകാശം, ഈശോയുടെ കൃപയുടെ അവകാശം. ഇത് മേടിച്ചോളൂ. വിക്രമാദിനൊക്കെ മേടിക്കണം. ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് കിട്ടുന്ന അവകാശം മേടിച്ചോണം, നഷ്ടപ്പെട്ട് കളയില്ല. ഏതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഹെബ്രായർ 12 18 മുതൽ 24 വരെ വാക്യം. ഹെബ്രായർ 12 18 മുതൽ 24 വരെ വാക്യം. ദൈവത്തെ ഭയപ്പെടേണ്ടത് എന്തിനാണെന്നും ഈ ദൈവം ആരാണെന്നൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഞാൻ ഈ പറയുന്നത് ലൂക്ക 12 4 5 വാക്യങ്ങളിൽ ആധാരമാക്കിയാണ്. ഈ നമ്മുടെ ഭയമൊക്കെ വിട്ടുകളഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം. ദൈവം എന്ന് പറയുന്ന വാക്ക്, യേശു എന്ന് പറയുന്നത് ചുമ്മാ ഒരു കളിപ്പാട്ടം പോലെ കളിപ്പാണല്ല. ബസ്സിന്റെ പുറത്തും സാറാവണ്ടിയുടെയും കുതിരവണ്ടിയുടെ പുറത്തൊക്കെ എഴുതി വെച്ചു ജീസസ് എന്നൊക്കെ. അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ കുതിര കളിക്കാൻ വേണ്ടിയാണ് ഈശോ പേര് ഉപയോഗിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ നാമം ഏതാ? ഏറ്റവും വലിയ നാമം ഏതാ ബൈബിളിലെ?
യേശു, രണ്ടക്ഷരം. യേശു എന്ന് പറയുന്ന നാമമാണ് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ വചനം വായിക്കുമ്പോൾ മരണം വരെ അനുസരണമുള്ളവനായിട്ട് താഴ്ത്തിയത് കൊണ്ട് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കണം. അപ്പോൾ 3 ആൾക്കാരുണ്ട്. എവിടേക്ക്? സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, പാതാളത്തിലുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ആണോ? സീറ്റ് നേരത്തെ ബുക്ക് ചെയ്തോണം, നേരത്തെ റിസർവ് ചെയ്തോണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. അവസാനം ടിക്കറ്റ് തന്നെ നടക്കും. അപ്പോൾ നേരത്തെ റിസർവ് ചെയ്തോണം. അന്നേരം ടിക്കറ്റ് മേടിക്കാന്ന് വെച്ചാൽ കിട്ടത്തില്ല. പത്രോസികായും പൗലോസികായും ഒക്കെ പിടിച്ച് വേണ്ട കാര്യങ്ങൾ മുൻപേ തന്നെ നടത്തിക്കണം. ഇവിടെ മതമൊക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തരും. വേഗം പേര് എഴുതിക്കൊള്ളുക. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അപ്പോൾ നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വമല്ല. സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. നമ്മൾ സമീപിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഈശോ പറയുന്നത്. ഫെബ്രുവരി 12-18 മുതൽ 24 വരെ വചനമാണ് വായിക്കുന്നത്. സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. മലയെ സമീപിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യ ജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സൗരത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിളി എങ്ങോട്ടാണെന്ന്. എങ്ങോട്ടാ വിളിച്ചിരിക്കുന്നത്? ഈശോ വിളിച്ചിരിക്കുന്നത് എങ്ങോട്ടാ ഈശോ വിളിച്ചിരിക്കുന്നത്? പത്രോസിക പറയുന്നുണ്ട് 2 പത്രോസ് 1:10. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ വിളി, തെരഞ്ഞെടുപ്പ്, അതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. 1 തെസ്സലോനിക്ക 4:7. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. അപ്പൊ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ് ഈ പരിശുദ്ധമായ സ്ഥലത്തേക്ക്. നിങ്ങൾ അതുകൊണ്ട് ഒരേ ഒരു പ്രബോധനത്തിൽ, ഒരേ ഒരു വിശ്വാസത്തിൽ, ഒരേ ആത്മാവിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഫെബ്രുവരി ലേഖനം 13-9-10 വാക്യങ്ങൾ പറയുന്നുണ്ട്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. 2 തിമോത്തിയോസ് 3:14 എവിടുന്നാണ് വിശുദ്ധിയുടെ വചനങ്ങൾ, ശക്തിയുടെ വചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി, ആരാണ് നിങ്ങളെ ആത്മാവിൽ നയിക്കുന്നതെന്ന് മനസ്സിലാക്കി, നിങ്ങൾ ആ വചനത്തിൽ, ആ കൃപയിൽ, ആ പ്രബോധനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ നേരം വരം വ്യതിചലിച്ചാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ വിട്ടുപോകും. ഇവിടെ പല ആൾക്കാർ ഓടി നടക്കും, നമ്മൾ ഓടി നടക്കും. കർത്താവിന്റെ വിളി എങ്ങോട്ടാണെന്നും അറിയുന്നില്ല. എന്തിനാണ് ഈശോ വിളിച്ചേക്കുന്നതെന്നും എങ്ങോട്ടാണ് കർത്താവ് വിളിച്ചതെന്നും മനസ്സിലാക്കാതെ ഓടി നടക്കുകയാണ്. കൊച്ചിക്കാലത്ത് വിട്ട് വന്ന് 2 മാസം പ്രാർത്ഥിച്ചു, രോഗശാന്തി കിട്ടുന്നില്ല, ജോലി പോകുന്നില്ല, ചുമ വിട്ടു പോകുന്നില്ല, കല്യാണം നടക്കുന്നില്ല. ഉടനെ അടുത്തത് ഓടും. അവിടെ 3 മാസം പ്രാർത്ഥിച്ചിട്ട് പിന്നെ വിശേഷമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇന്നലെ കണ്ട സഹോദരി പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷം കാലം ഞാൻ പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, സങ്കീർത്തനങ്ങളെല്ലാം എനിക്ക് കാണാതെ അറിയാം, വചനങ്ങളെല്ലാം ഉള്ളിലിരിക്കുന്നു. പക്ഷെ കർത്താവ് പക്ഷപാതം കാണിക്കുന്നു, ദൈവത്തിന് സ്നേഹമേ ഇല്ല. അവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എനിക്ക് ബൈബിളും വേണ്ട, ഒരേർപ്പാടും വേണ്ട, ഇത് സ്വർഗ്ഗത്തോട് ചെന്നാൽ കിട്ടും, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒറ്റ കൊല്ലത്തൊരേ ആത്മാവിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ദൈവം വിളിച്ചിരിക്കുന്ന ഈ സ്ഥലം വിശുദ്ധി, അതിലൂടെ പറയുകയാണ് എങ്ങോട്ടാണെന്ന്. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1:12 ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാ കേൾക്കാൻ വരുന്നത്? മാലാഖമാര് അതിനെ കേൾക്കാൻ വരും. ഇവിടെ മുഴുവൻ ഒരുപാട് മാലാഖമാരുടെ സംരക്ഷണം അറിയുന്നുണ്ട്. ഒരു സംശയം വേണം, ആത്മാവ് അനുഭവിക്കാൻ കഴിയണം. നിരവധിയായ മാലാഖമാര് കാവലാണ്. മാലാഖമാരെല്ലാം വചനം കേട്ടുകൊണ്ടിരിക്കുക.
അനേകം ആത്മാക്കള് പലപ്പോഴും മരണ സമയത്ത് രക്ഷ പ്രാപിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന സമയത്തുള്ള ആത്മാക്കള് മരിച്ചു വരിക്കുന്ന ആത്മാക്കളൊക്കെ ജീവൻ ഉണ്ടായിക്കൊണ്ട് രക്ഷ പ്രാപിക്കുന്നുണ്ട്. ഈ നിമിഷം ഇതൊക്കെ ആത്മീയ ഏകപ്പെട്ട കാര്യം, പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ അനേകം ആത്മാക്കൾ ഈ സമയത്ത് രക്ഷ പ്രാപിക്കുന്നുണ്ട്, അനേകം ആത്മാക്കൾ വചനം കേൾക്കുന്നുണ്ട്, അനേകം മലാഹമാരും സ്ഥലത്ത് ഉണ്ട്. പറഞ്ഞിരിക്കുന്നത് അസംഖ്യ ദൂതന്മാരുടെ സമൂഹത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിയാത്രയുടെ സമൂഹത്തിലേക്ക്, കർത്താവിന്റെ സഭയിലേക്ക്, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്ക്, പരിപൂർണ്ണ ആക്കപ്പെട്ട നീതിവാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ പേരെവിടെ എഴുതിക്കുന്നത്? ഈശോ പറഞ്ഞതാ, പേര് എഴുതിക്കണമെന്ന് പറഞ്ഞാൽ ഈശോ ഈശോ പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസികൾ കീഴടങ്ങുന്നത് സന്തോഷിക്കേണ്ട, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കണം. വിക്രമൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ വചനം എപ്പോഴും പറയാറുണ്ട്, പേര് എഴുതിച്ചോണം, പേര് എഴുതിച്ചോണം. ഞാൻ പേര് എഴുതി നോക്കി ഉറപ്പെന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായും വേറെ പ്രവർത്തനങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നതാണെന്ന് നമുക്കറിയാം, പേര് എഴുതിച്ചോണം. അത് നമുക്കൊക്കെ ഒരു ബാധ്യത എന്താ, പേര് എഴുതണം. അത് നമ്മൾ എന്ത് ചെയ്യണം? വേറെ ആരെയും എഴുതിക്കാൻ പറ്റുമല്ലോ പേര്. എന്റെ പേര് സ്വർഗത്തിൽ എഴുതുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തന്നെയായിട്ട് അധ്വാനിക്കണം. ആരുടെയും യോഗത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്റെ വീട്ടിൽ വേറെ പ്രാർത്ഥനയാണെന്നോട് എനിക്കാക്കി അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം. ഫിലിപ്പിയ 2:12 ഓരോരുത്തരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. അപ്പോൾ പറയുകയാണ്, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിയാത്ര സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, എല്ലാവരുടെയും ദൈവമായ കർത്താവിന്റെ മുമ്പിലേക്ക്, അവർ വിശുദ്ധരായ നീതിവാന്മാരായ ആത്മാക്കളുടെ അടുത്തേക്ക്, നിരവധിയായ നീതിവാന്മാരായ ആത്മാക്കളോട് ഈ സ്ഥലത്ത് അവരുടെ കർത്താവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത്. യോശുവ 3:5 എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ കർത്താവ് പ്രവർത്തിക്കും അത്ഭുതം. പ്രൈസലോ, ഇവിടെ വിശുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ പ്രവർത്തിക്കുന്നത് ശക്തിയായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ ആകർഷിക്കപ്പെട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ആരും വിളിച്ചിട്ടല്ല വന്നത്, നമ്മൾ ആകർഷിക്കപ്പെട്ട് വരികയാണ്. ഈ ആകർഷണം ദൈവത്തിന്റെ ആകർഷണമാണ്, ദൈവത്തിന്റെ ശക്തിയാണ് എന്നാണ് ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഭയന്നതെന്ന്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ വചനങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ച ദൈവം, സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ മനുഷ്യരെല്ലാവരും ഭയപ്പെട്ട് വിറച്ച സംഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ ദൈവം പറയുന്നത്, മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുക്കാൻ നേരത്തെ സീനായി മലയിൽ ദൈവം വന്നു. എരിയുന്ന അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വലിയ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ ദൈവം മോശയോട് സംസാരിച്ചു. നമ്മളെല്ലാവരും പറയുന്ന 10 കൽപ്പനകൾ നൽകി. ഈ വലിയ ശബ്ദമുണ്ടായപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഈ പരിശുദ്ധമായ സീനായി മലയുടെ അടുത്തേക്ക് ഒരൊറ്റ വ്യക്തി പോലും സമീപിക്കാൻ പാടില്ല. മോശയ്ക്ക് നിർദ്ദേശം കൊടുത്തു, സകല ഇസ്രായേൽ ജനങ്ങളെയും ഈ വിശുദ്ധ മലയുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തുക. അശുദ്ധിയോട് കൂടി പാപകരമായ അവസ്ഥയിൽ ആരെങ്കിലും ഈ വിശുദ്ധ മലയെ സ്പർശിച്ചാൽ അവരവിടെ മരിച്ചു വീഴും. അതുകൊണ്ട് വേഗം ജനത്തെ മാറ്റി നിർത്തുക. ഉടനെ മനുഷ്യരെല്ലാം മോശം മാറ്റി നിർത്തി എല്ലാവരും അകന്നു നിൽക്കുകയാണ് വിശുദ്ധ മലയുടെ താഴേക്ക്. അപ്പോൾ മലയുടെ മുകളിൽ വലിയ അഗ്നി, തീ കത്തിയിരിക്കുന്നതായിട്ട് കാണാം, ഇടിമുഴക്കം പോലുള്ള ശബ്ദവും കേൾക്കാം. ആ സംഭവമാണ് നമ്മൾ വായിക്കുക. പുറപ്പാട് 19-ാം അധ്യായം കൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ 16 വചനം വായിക്കുമ്പോൾ, 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽപ്പിണകളും ഉണ്ടായി, മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു, കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി, പാളയത്തിലുണ്ടായ ജനമെല്ലാവരും ഭയന്ന് വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായി മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്ന് എന്നതുപോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ, പത്രോസ്ലീഹായും യോഹന്നാനും ഒക്കെ ഭയപ്പെട്ട് കമന്നു വീണ സംഭവം. വലിയ ഇടിമുഴക്കമുണ്ടായി, വലിയ ശബ്ദം കേട്ടു. അവിടെ മോശയും എല്ലാം ഏലിയായും ഒക്കെ ദൈവത്തോട് സംസാരിക്കുകയാണ്, യേശുവോട് സംസാരിക്കുകയും ഈ വലിയ സ്വർഗീയ ദർശനം കണ്ട് ഭയപ്പെട്ട് വീഴുകയാണ് അവരെ. നമുക്കാർക്കും പ്രിയപ്പെട്ടവരെ കർത്താവിനെ മുകളിൽ നിൽക്കാൻ സാധിക്കുകയാണ്. നമുക്കൊക്കെ നിസാരമാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി തോന്നിവാസം നിൽക്കുന്നതിനോ വലിച്ചും കുടിച്ചും മൂലക്കിയൊക്കെ ചെന്നിട്ട് നാട്ടിൽ കെട്ടി കുർബാന സ്വീകരിക്കുന്നതെന്ന് ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. യാതൊരു ഭയവും ഇല്ല ദൈവത്തെ, യാതൊരു കുറ്റബോധവും ഇല്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അന്ന് മനുഷ്യൻ ഭയന്ന് വിളച്ച അതേ ദൈവം തന്നെയാണ് ഈ ഈശോ എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത്. യേശു ആരാണ്? 10 കൽപ്പനകൾ നൽകിയ ദൈവം തന്നെയാണ് ആരാ? ഈ യേശു ക്രിസ്തു. നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 10:30 ഞാനും പിതാവ് ഒന്നാണ്. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ യേശുവിലാണ്.
അവിടെയാണ് യേശുവിനെ അറിയുന്നവർ പിതാവിനെ അറിയുന്നു, വഴി സത്യം ജീവനെല്ലാം ഞാനാണ്, എന്നിലൂടെ എല്ലാം ആർക്കും രക്ഷയില്ല, യോഹന്നാൻ 14:6 പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ വലിയ ശബ്ദമെല്ലാം കേട്ട മനുഷ്യൻ ഭയന്ന് പറച്ചു. കർത്താവ് സീനായി മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. അവൻ കയറി ചെന്നു. അപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ അവൻ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.